Hi friends, today we are going to discuss about our second unit. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന് ശേഷം നമ്മൾ ഇന്ന് സെക്കൻഡ് യൂണിറ്റിലോട്ട് കിടക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയാണ് അല്ലെ, നിങ്ങളുടെ മാത്രം വളരെ നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള ഒരു മേഖലയാണ് ദ ഫ്രെയിംസ് എന്ന് പറയുന്നത്. എന്താണ് ഫിലിമുകൾ അല്ലെ, ഫിലിംസ് അതിന്റെ ഷൂട്ടിങ് അല്ലെ, റീൽസ് ഷൂട്ട് ചെയ്യുക, ഫിലിം ഷൂട്ട് ചെയ്യുക, അതുപോലെ ചെറിയ ചെറിയ വെബ് സീരീസ്. ഈ ഒരു മേഖല നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മേഖലയായിരിക്കും അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്തായിരുന്നു, പ്രകൃതിയും മനുഷ്യനൊക്കെ തമ്മിലുള്ള ചെറിയ ചെറിയ നല്ല നല്ല നിമിഷങ്ങളും, പ്രകൃതി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്, ഈ ഭൂമി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ ഉള്ള ഒരു മെസ്സേജ്. അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റേഴ്സ് ആണ് ഇനി വരാൻ പോകുന്നത്. നോക്കാം നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ദ ഫ്രെയിംസ്. അതിൽ വരുന്നത് 2 പ്രോസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. പ്രൊജക്ട് ടൈഗർ അല്ലെ, ഒരു കടുവ പദ്ധതി അല്ലെ, പ്രൊജക്ട് ടൈഗർ സത്യജിത് റായുടെ ഒരു പ്രൊജക്ട് ടൈഗറും മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന് പറയുന്ന മജീദയുടെ സ്ക്രീൻ പ്ലേ, അതിനുശേഷം ഒരു സോങ് ആണ് ബ്ലൗൺസ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് വരുന്നത്. വളരെ സിമ്പിൾ ആണ്, 2 പ്രോസും ഒരു പോമും. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ. ഫിലിംസ് ഹാവ് ബിക്കം എൻ ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് അവർ ലൈഫ് അല്ലെ, അത് സത്യമാണ് അല്ലെ. ഇപ്പൊ ഒഴിച്ചുകൂടാൻ പറ്റാതെ, നമ്മുടെ ലൈഫിൽ നിന്നും ഒഴിച്ചു മാറ്റി നിർത്താൻ പറ്റാത്ത അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഒന്നായിരിക്കുന്നു ഫിലിം എന്ന് പറയുന്നത് അല്ലെ. They influence society, especially the younger generation who are always attracted by films and their heroes അല്ലെ. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫിലിംസ് എന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയെ നന്നായിട്ടില്ലേ, നമ്മുടെ ഈ സൊസൈറ്റിയെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. പല ആളുകളും പ്രത്യേകിച്ച് യങ്ങർ ജനറേഷൻ അല്ലെ, യങ് ജനറേഷൻ എന്താ ഹീറോസിനൊക്കെ അവർ അഡിക്റ്റഡ് ആവുന്നുണ്ട് അല്ലെ. പല ആളുകളും പല ഹീറോസും ചെയ്യുന്നത് കണ്ടിട്ട് കൂടുതലും പോസിറ്റീവിനപ്പുറം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ചെയ്ത് കൂട്ടുന്നത് അല്ലെ. പല രീതിക്കും ഈ ഒരു കാലഘട്ടത്തിൽ എക്സ്പെഷ്യലി പോസിറ്റീവിനപ്പുറം നെഗറ്റീവായിട്ട് അല്ലെ. പണ്ടൊക്കെ ഒരുപാട് നല്ല നല്ല മോറൽസ് ആയിട്ടുള്ള ഫിലിംസുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല നല്ല മെസ്സേജുകൾ കൊടുക്കുന്ന ഫാമിലി കുടുംബത്തിനൊക്കെ മെസ്സേജുകൾ അല്ലെ. ഇപ്പൊ അങ്ങനെയല്ല അല്ലെ. ഇപ്പൊ വെട്ട് കുത്ത് കൊല പല പല മാഫിയകളൊക്കെ ആയിട്ട് പല രീതിയിലോട്ട് അല്ലെ ഹീറോയിൻസ് വരുന്ന, അടിക്കുന്ന നായിക വേറെ ലെവലിലോട്ട് പോവുകയാണ് അല്ലെ. അപ്പോ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഒരുപാട് ഇപ്പോ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ എക്സ്പെഷ്യലി ഇത് സ്വാധീനിക്കുന്നത് യങ്ങർ ജനറേഷനെയാണ്. കാരണം അവർ ഒരുപാട് ഫിലിംസും അവരുടെ ഹീറോസിനൊക്കെ ഒരുപാട് ഹീറോസ് കാണിക്കുന്ന പോലെയൊക്കെ കാണിക്കാനൊക്കെ ഭയങ്കര ഉള്ളിനുള്ളിലൊരു സംഭവമായിരിക്കും ഈ യങ്ങർ ജനറേഷനിലുള്ള ആളുകൾക്ക് ഉണ്ടാവാം. Through the medium of the films, a filmmaker can convey positive values to the society അല്ലെ. ഫിലിംസിന് മറ്റൊരു സൈഡ് ഉണ്ട്. ഒരു ഫിലിം മേക്കർക്ക്, ഒരു ഫിലിം നിർമ്മാതാവിന് എന്ത് ചെയ്യാൻ കഴിയും, ഒരു മെസ്സേജ് കൊടുക്കാൻ കഴിയും, പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് ഉള്ള ആ സൊസൈറ്റിയിലോട്ട്. ഓക്കെ, and also respond to the social evils അല്ലെ. അതിനും അവരെന്താണ് റെസ്പോൺസിബിൾ അല്ലെ. എന്താണ് സോഷ്യൽ ഈവിൽസ് പറഞ്ഞാൽ എന്താണ്, ഈ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ സൊസൈറ്റിയിൽ നടക്കുന്ന ഇതിനും അവരെന്താണ് റെസ്പോൺസിബിൾ ആണ്. സത്യം പറഞ്ഞാൽ ഇവർക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനും കഴിയും. അതുപോലെ അവരുടെ ഫിലിംസിൽ നിന്ന് പലരും ചെയ്തിട്ട് ചില കൊലകളൊക്കെ ഫിലിംസിൽ കണ്ടിട്ട് മോട്ടിവേറ്റ് ആയിട്ടൊക്കെ നടന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയും സംഭവിക്കുന്നുണ്ട്, അതുപോലെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജുകളും കിട്ടുന്നതുമുണ്ട് കേട്ടോ. അപ്പൊ ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൊസൈറ്റി ഇൻഫ്ലുവൻസർ തന്നെയാണ്. ഓക്കെ, ഇഫ് യു ആർ ആൻ ardent ഫാൻ ഓഫ് മൂവീസ് അല്ലെ, ardent ഫാൻ മീൻസ് പറഞ്ഞാൽ അങ്ങേയറ്റം തീവ്രമായിട്ടുള്ള ഒരു ഫാനാണ് മൂവിയുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ they must have a certainly influenced in formulating your decision, thoughts, feelings, views, etc. ഫിലിം ഇതൊക്കെ നിങ്ങളൊരു ഭയങ്കരമായിട്ട് ഫിലിം അഡിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഡിസിഷൻസും തീരുമാനങ്ങളും ചിന്തകളും ഫീലിങ്സും വ്യൂസും ഒക്കെ ഇതുമായിട്ട് ഇങ്ങനെ ഒരു റിലേറ്റഡ് ആയിട്ടായിരിക്കും. ഇതുമായിട്ട് നിങ്ങൾ അതിൽ നിന്നും ഒരു കണക്ഷൻ ഉണ്ടാവും. ഫിലിംസ് ആർ പ്രൊഡ്യൂസർ ഓൺ ജനറൽസ് സച്ച് ആസ് ആക്ഷൻ, സസ്പെൻസ്, ത്രില്ലർ അല്ലെ. ഡിഫറെന്റ് രീതിയിലുള്ള ഫിലിംസും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ്, ആക്ഷൻ ഉണ്ടാവും, ത്രില്ലർ ഉണ്ടാവും, ഹിസ്റ്ററി ഉണ്ട്, റൊമാൻസ് ഉണ്ട് അല്ലെ, ചരിത്രം, മിസ്റ്ററി ഉണ്ടാവാറുണ്ട്, ബയോഗ്രഫികൾ ഉണ്ടാവാറുണ്ട് അല്ലെ, ആനിമേഷൻ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ടാവാറുണ്ട്. വി ഷുഡ് നോ ഹൗ ടു വാച്ച് മൂവീസ് ഫ്രം എ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്, ഒരു വിമർശനമായിട്ടുള്ള ഒരു രീതിയിലോട്ട്, നമുക്ക് ഒരു നിരൂപണാത്മകമായിട്ടുള്ള ഒരു വീക്ഷണത്തിലൂടെ നമുക്ക് എങ്ങനെ ഫിലിംസ് കാണാമെന്ന് നോക്കാം. Now answer the following questions to find out more about how you watch movies.
നിങ്ങൾ ഇനി താഴെ കൊടുത്ത ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്തുക. മോർ അബൌട്ട് ഹൗ യു വാച്ച് മൂവീസ് എന്നതിന് ബേസ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതിനൊക്കെ ആൻസർ കൊടുക്കുന്നതോട് കൂടിയിട്ട് ഫിലിംസ് നിങ്ങൾ എങ്ങനെ സ്വാധീനിച്ചു, നിങ്ങൾ എത്രത്തോളം ഫിലിംസ് ആയിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള വ്യക്തിയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മൂവീസ് ഡു യു വാച്ച് അപ്രോക്സിമേറ്റ്ലി എ മന്ത്? അല്ലെ, ഏകദേശം ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ എത്ര ഫിലിംസ് കാണും? ഓൺ DVD, TV ഓർ തിയേറ്റർ പോയിട്ടോ TV പോയിട്ടോ വീട്ടിലിരുന്നിട്ടോ ഒക്കെ ഏകദേശം ഒരു മാസം എത്ര ഫിലിം കാണും എന്നുള്ളതാണ് ആദ്യ ചോദ്യം. സെക്കൻഡ്, വാട്ട് ആർ യുവർ ഫേവറേറ്റ് ടൈപ്സ് ഓഫ് മൂവീസ്? എക്സ്പ്ലെയിൻ. നിങ്ങളുടെ ഫേവറേറ്റ് ടൈപ്പ് മൂവീസ് ഏതാണ്? റൊമാൻസ് ആണോ, ത്രില്ലർ ആണോ, ഹൊറർ ആണോ? അല്ലെ, ഇങ്ങനെ പല ടൈപ്പ് മൂവീസ് ഉണ്ട് അല്ലെ. ഇതിൽ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ്? അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. Then third one, rank the 5 best movies you have seen. അല്ലെ, നിങ്ങൾ കണ്ടതിൽ 5 ബെസ്റ്റ് മൂവീസ് നിങ്ങൾ റാങ്ക് ചെയ്തിട്ട് എഴുതി വെക്കാം. What kind of movies do your parents and guardians like to watch? How often do you watch movies with them? അല്ലെ, നിങ്ങളുടെ പാരന്റ്സിനും ഫാമിലിയിലുള്ള ആളുകൾക്കൊക്കെ അവർക്ക് എന്ത് ടൈപ്പ് മൂവി കാണാൻ ഇഷ്ടം? നിങ്ങളുടെ കൂടെ അവർ മൂവി കാണാറുണ്ടോ, കണ്ടിട്ടുണ്ടോ? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാച്ചിങ് മൂവി അറ്റ് ഹോം ആൻഡ് വാച്ചിങ് ഇൻ എ തിയേറ്റർ? വീട്ടിലിരുന്ന് ഫിലിം കാണുമ്പോഴും തിയേറ്ററിലിരുന്ന് ഫിലിം കാണുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Then sixth question, what kind of movies do you watch at the school? അല്ലെ, നിങ്ങൾ സ്കൂളിൽ ചില സമയത്ത് മൂവീസ് ഒക്കെ വെച്ചാലുണ്ട് അല്ലെ. നമുക്കൊക്കെ പഴശ്ശിരാജ, ഇങ്ങനെ പല മൂവീസും വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചരിത്രപരമായിട്ടുള്ള കാര്യം കൂടുതലും വെച്ച് കാണാം. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് മൂവീസ് ഡു യു വാച്ച്? നിങ്ങൾ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് മൂവീസ് ആണ് വെച്ച് തരാറുള്ളത്? അല്ലെ, നമ്മളെ മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെ ഹിസ്റ്ററി വരുന്ന മൂവീസ് ഒക്കെ ഒരുപാടുണ്ട്, അതൊക്കെ വെച്ച് തരാറുണ്ടാവുമായിരിക്കും അല്ലെ. അതുപോലെ ചരിത്രം വരുന്ന മൂവീസ്, ഇങ്ങനെയുള്ള മൂവീസ് ഒക്കെ ആയിരിക്കും കൂടുതലും. സോ ഇതിനൊക്കെ ആൻസർ അങ്ങ് ചെയ്യുമ്പോൾ ഏകദേശം നിങ്ങളുടെ ആ ഫിലിംകാരനുണ്ടല്ലോ അതിനങ്ങ് ഏകദേശം ടീച്ചർക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ദെൻ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ 3 പിക്ചർ ഉണ്ട്. ഡു യു നോ who these great filmmakers are? Write their names in boxes below. Charlie Chaplin, Akira Kurosawa, then Adur Gopalakrishna. അല്ലെ, ഇതിൽ നമ്മുടെ ചാർലി ചാപ്ലിൻ ഇതാരാണ്? ഒരു ഇംഗ്ലീഷ് ഫിലിം മേക്കറും ഫിലിം ആക്ടറുമാണ് അല്ലെ. ഒരു ഇംഗ്ലീഷ് ഫിലിം മേക്കറും ആക്ടറുമാണ് അദ്ദേഹം. അദ്ദേഹത്തെ അറിയാത്തവരായിട്ടൊന്നും, ഈവൻ ഇപ്പൊ പോലും അദ്ദേഹത്തിന്റെ ഫിലിംസുകളും കോമഡികളൊക്കെ വെറുതെ ഇരുന്നെങ്കിൽ ഞാനൊക്കെ കാണാറുണ്ട് കേട്ടോ. ഓട്ടോമാറ്റിക്കലി നമ്മളൊന്ന് കണ്ടുപോകും അല്ലെ. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ട്രാമ്പ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അല്ലെ. ഒരു ബ്ലാക്ക് കോട്ടൊക്കെ ഇട്ടിട്ട് ഇതാ ഈ ഡ്രസ്സ് ഇതാ, ഇങ്ങനെ ഒരു തൊപ്പി, ഇങ്ങനെ ഒരു ബ്ലാക്ക് കോട്ടൊക്കെ, അതിന് ട്രാമ്പ് എന്ന് പറയാം. ആ ഒരു ക്യാരക്ടർ അദ്ദേഹം ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ അഭിനയിച്ച ഒരുപാട് ഫേമസ് ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് 5th or 8th ആ ഒരു പ്രായത്തിൽ അല്ലെ, ഒരു 5 or 8 വയസ്സ് മുതലൊക്കെയാണ് അദ്ദേഹം ഈ ഒരു ഫീൽഡിലോട്ട്, ഈ സിനിമ ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട് 80 വയസ്സാവുന്നത് വരെ അദ്ദേഹം ഈ സെയിം ഫീൽഡിലാണ് നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് വർക്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ദെൻ അഗീര കുറോസാവ, ഇതൊരു ജാപ്പനീസ് ഫിലിം മേക്കർ ആണ് കേട്ടോ. അദ്ദേഹം ഈ പറഞ്ഞ മാതിരി ഒരുപാട് ഫേമസ് ആയിട്ടുള്ള റൈറ്റിംഗ്സ് എഴുതിയിട്ടുണ്ട്. ഒരുപാട് ഫിലിംസ് അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ്. ദെൻ അടൂർ ഗോപാലകൃഷ്ണൻ അല്ലെ, ഇത് എടുത്തു പറയണത് നമ്മുടെ സ്വന്തം ആളാണ് അല്ലെ, ഇന്ത്യൻ ഫിലിം മേക്കർ അല്ലെ, നമ്മുടെ സ്വന്തം ആളാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ എത്ര പേര് അടൂർ ഗോപാലകൃഷ്ണന്റെ ഫിലിംസ് കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുള്ള ഫിലിംസ് എത്ര കണ്ടിട്ടുണ്ട്? അതാണ് പ്രശ്നം. എന്താണ്, നിങ്ങളൊന്നും അവരെ പോലുള്ള ആളുകളുടെ ഫിലിംസ്, അദ്ദേഹം ഒരു വാണിജ്യത്തിന് വേണ്ടിയിട്ട്, സാമ്പത്തികത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിലിംസ് അല്ല അദ്ദേഹത്തിന്റെ ഫിലിംസുകളൊന്നും കേട്ടോ. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലൊക്കെ അറിയപ്പെട്ടിട്ടുള്ള ഒരുപാട് ഫിലിംസുകളാണ്. പക്ഷെ അതൊരിക്കലും നിങ്ങൾ പറയുന്ന രീതിയിലോട്ടുള്ള ഒരു അടിപൊളി പാട്ട്, ബഹളം, അടിക്കുത്ത്, ഇതല്ല അദ്ദേഹത്തിന്റെ ഫിലിംസ് അല്ലെ. വളരെ മോറൽ വാല്യൂസ് ഒക്കെ, വളരെ സമകാലികമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു ഫിലിം ഡയറക്ടറും ഫിലിം മേക്കറും ഒക്കെയാണ് അദ്ദേഹം. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഫിലിംസ് ഒക്കെ ഒന്ന് അടിച്ചു നോക്കുക കേട്ടോ. എന്നിട്ട് ഫ്രീ ആയിട്ട് എന്താണ് അതിൽ പ്രത്യേകത എന്നൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ചാർലി ചാപ്ലിൻ, അഖീര, ദെൻ അടൂർ ഗോപാലകൃഷ്ണൻ അല്ലെ, ഇവരെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പ്രിപ്പയർ എ ബ്രീഫ് പ്രൊഫൈൽ ഓഫ് ദിസ് ഫിലിം മേക്കേഴ്സ്. യു മേ സെർച്ച് ദ ഇന്റർനെറ്റ് ഓർ എനി അതർ സോഴ്സ് ഓഫ് കളക്ഷൻ അല്ലെ. ഇന്റർനെറ്റ് ഒക്കെ സെർച്ച് ചെയ്തിട്ട് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, ഈ 3 പേരുടെ പേരടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടും. ഒരു
എക്സാമിലോട്ടൊന്നും പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഇതിൽ ആഡ് ചെയ്യാത്തത്. നിങ്ങൾ അടിച്ചു നോക്കുക, നോക്കിയതിന് ശേഷം എന്ത് ചെയ്യാം, അതിന്റെ ഷോർട്ടായിട്ട് എഴുതിയിരിക്കുക. കൂടാതെ അതിന്റെ മലയാളം കൂടെ അടിച്ചു നോക്കിയിട്ട് അത് അവരെ 3 ആളെ കുറിച്ചും ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ. സോ പ്രൊജക്ട് ടൈഗർ അല്ലെ, എന്താണ് ഒരു കടുവ പദ്ധതി അല്ലെ. പ്രൊജക്ട് മീൻസ് പദ്ധതി കേട്ടോ. പദ്ധതി മീൻസ് ഇവിടെ ഒരു ഫിലിംസിന്റെ ആ ഒരു ഇതാണ് ഉദ്ദേശിച്ചത്. ആ പ്രൊജക്റ്റ് ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മൾ പറയുന്നത് ഞാൻ ഒരു പുതിയ പ്രൊജക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയില്ലേ, ഫിലിമിന്റെ ഡയറക്ടേഴ്സ് വന്നിരുന്നിട്ട് പുതിയ പ്രൊജക്ട് എന്ന് പറയുന്നത് അല്ലെ, അവരങ്ങനെ പറയാം പുതിയ ഫിലിമിനൊക്കെ അല്ലെ. ഇനി നമ്മുടെ പുതിയ പ്രൊജക്ട് ഞാൻ വേറെയാണ് ചെയ്യാൻ വിചാരിച്ചത്, ആ ഒരു പ്രൊജക്ട് ആട്ടോ, ഇതല്ല നമ്മുടെ സ്കൂൾ ചെയ്യുന്ന പ്രൊജക്ട് അല്ല. ഓക്കെ, പ്രൊജക്ട് ടൈഗർ അല്ലെ. നോക്കാം. ഹിയർ ഈസ് ആൻ ആർട്ടിക്കിൾ ബൈ സത്യജിത് റായ് അല്ലെ. ഒരു ആർട്ടിക്കിൾ ആണ്, ഇതൊരു സ്റ്റോറി ഒന്നല്ല കേട്ടോ, അദ്ദേഹത്തിന്റെ ഒരു മെമ്മോ ആണ്, ഇതൊരു ഓർമ്മക്കുറിപ്പ് പോലെയാണ്. വൺസ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിലിം മേക്കേഴ്സ് അല്ലെ, ഒരു കാലത്തുള്ള വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കർ ആയിരുന്നു. ഹൗ ഹി മാനേജ് ടു ഷൂട്ട് ദ സീൻസ് ഓഫ് എ ഫിലിം വിച്ച് ഇൻക്ലൂഡ് ദ ടൈഗർ അല്ലെ. ടൈഗറിനെ വെച്ചുകൊണ്ട് ഒരു ഫിലിം അദ്ദേഹം എടുത്തിട്ടുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെങ്ങനെയാണ് അദ്ദേഹം അത് മാനേജ് ചെയ്തത് എന്നുള്ള ഒരു ചെറിയൊരു ഓർമ്മയാണ് ഈ ഒരു പാർട്ടിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. നോക്കാം. പ്രൊജക്ട് ടൈഗർ. Satyajit Ray was an Indian filmmaker. Ray was drawn into independent filmmaking after meeting. മറ്റുള്ള ഈ ഫിലിം മേക്കേഴ്സ് ഒക്കെ വലിയ വലിയ ആളുകളൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലൊരു ഇതും അങ്ങനെ വലിയ ആളുകൾക്ക് അതായിരിക്കും അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാവും അല്ലെ. അങ്ങനെ ഇദ്ദേഹം 2 പേരെ മീറ്റ് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് വന്നത്. നോക്കാം. He drawn to independent filmmaking after meeting French filmmaker Jean Renoir അല്ലെ. അതുപോലെ viewing Vittorio De Sica's Italian release 1948 ഫിലിം ബൈസിക്കിൾ തീവ്സ് അല്ലെ. ഇദ്ദേഹത്തിന്റെ ഈ ഫിലിം ബൈസിക്കിൾ തീവ്സ് അറിയുന്ന വിക്ടോറിയയുടെ ഫിലിംസും അതുപോലെ ജീൻ റിനോർ എന്ന് പറയുന്ന ആളെയും ഫ്രഞ്ച് ഫിലിം മേക്കറെയൊക്കെ മീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഒരു ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കിംഗിലോട്ട് മാറിയത്. ഓക്കെ. സത്യജിത് റായ് ഡയറക്ടർ 36 ഫിലിം 36 ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെ വരും? ഫീച്ചേഴ്സ് ഫിലിംസ്, ഡോക്യുമെന്ററീസ്, ഷോർട്ട് ഫിലിംസ്. ഹി വാസ് ഓൾസോ എ ഫിക്ഷൻ റൈറ്റർ അല്ലെ, ഒരു ഫിക്ഷൻ റൈറ്റർ ആണ്. ആൻഡ് പബ്ലിഷർ, ഇല്ലുസ്ട്രേറ്റർ, കാലിഗ്രാഫർ, മ്യൂസിക് കമ്പോസർ ആൻഡ് ദ ഫിലിം ക്രിട്ടിക് ഓൾസോ. Okay. He has also authored several short stories and novels അല്ലെ, അതും ചെയ്തിട്ടുണ്ട് അല്ലെ. ഒരുപാട് നോവലും ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു മേഖല ഫുൾ അദ്ദേഹം കൈകാര്യം ചെയ്യും. അദ്ദേഹം കൈകാര്യം ചെയ്യാത്ത മേഖല ഇല്ല എന്ന് പറയാം അല്ലെ. ഓക്കെ, നമുക്ക് തുടങ്ങാം, നമ്മുടെ ചാപ്റ്റർ തുടങ്ങാം അല്ലെ. ഫസ്റ്റ് പാരഗ്രാഫ്. No one can beat Hollywood when it comes to making films with animals in them അല്ലെ. ഒരു ഹോളിവുഡിനെ വെല്ലാൻ ആരെ കൊണ്ടും സാധിക്കില്ല. ഏത് കേസില്? അനിമൽസിനെ വെച്ചിട്ട്, മൃഗങ്ങളെ വെച്ചിട്ട് ഫിലിംസ് എടുക്കുന്ന കാര്യത്തില് ഹോളിവുഡിനെ വെല്ലാൻ കഴിയില്ല അല്ലെ. എത്ര ഇംഗ്ലീഷ് പടങ്ങൾ ഇങ്ങനെ കണ്ണ് തുറന്ന് വെച്ച് പേടിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ. നമ്മള് ഇന്നേ വരെ ചെയ്ത് നമ്മൾ ഡൈനോസറിന്റെ ഒക്കെ ഫിലിംസ് ഒക്കെ അല്ലെ, അതുപോലെ അതിനും കുറേ മുമ്പിലോട്ട് പോകണം. അങ്ങനെ ആനിമേഷൻ ടൈമിൽ അല്ലാത്ത കുറച്ചും കൂടി മുമ്പിലോട്ട് പോകുമ്പോൾ അവര് പണ്ടത്തെ കാലത്ത് മുതലേ അവര് ആനിമൽസിനെ, ഒറിജിനൽ ആനിമൽസിനെ വെച്ചിട്ട് അന്ന് ഇത്രത്തോളം ഒരു കാര്യമില്ല, വളരെ റിസ്ക് ആണ് അല്ലെ. ഇപ്പത്തെ പോലെയുള്ള പല ക്യാമറ ട്രിക്കുകളും ഒന്നും ഇല്ലാതെ ഒറിജിനൽ ആനിമൽസിനെ വെച്ചിട്ട് ഒരുപാട് ഫിലിംസ് ഉണ്ട്. അന്നൊന്നും നമ്മൾ തുടങ്ങിയിട്ട് പോലും ഇല്ല. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ഒരു പട്ടിക്കുട്ടിനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവർ അതിനെ വെച്ചിട്ട് ഒരു ഫുൾ ഫിലിം ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഹോളിവുഡിനെ, അനിമൽസിനെ വെച്ച് ഫിലിം എടുക്കാൻ ഹോളിവുഡിനെ വെല്ലാൻ വേറെ ആരെ കൊണ്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. I remember films in my childhood and there were quite in few of them അല്ലെ. ഞാൻ കണ്ട കുറച്ച് ഞാൻ എന്റെ കുട്ടിയായിരുന്നപ്പോ കണ്ട ചില ഫിലിംസുകളൊക്കെ കുറച്ചൊക്കെ ഞാൻ എന്ത് ചെയ്യാണ്, അദ്ദേഹം ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. That had an Alsatian called Rin-Tin അല്ലെ. അതില് എന്തുണ്ടായിരുന്നു? ഒരു അൽസേഷ്യൻ ഡോഗ്സ് ഇല്ലേ, അതുണ്ടായിരുന്നു. അതിന്റെ പേരാണ് Rin-Tin അല്ലെ. These dogs acting was more impressive than a humans അല്ലെ. ഒരു മനുഷ്യൻ ആക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അടിപൊളിയായിട്ട്, അട്രാക്റ്റീവായിട്ട് ആ ഡോഗ് ആ ഫിലിമിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലേറ്റർ വി ഗോ ടു സീ 3 or 4 അതർ ഫിലിംസ് വിത്ത് എ കോലി കോൾഡ് ലാസി അല്ലെ. കോളി വിഭാഗത്തിൽപ്പെടുന്ന ലാസി എന്ന് പറയുന്ന ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഡോഗിനെ വെച്ചിട്ട് ഒരു 3 or 4 ഫിലിംസ് എടുത്തത് പിന്നീട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. It seemed that the director could make Lassie do just
അബൌട്ട് എനിത്തിങ് അല്ലെ. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഡയറക്റ്റ് ക്ലാസ്സിനെ വെച്ചിട്ട് എന്തും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലെ. These trained dogs were famous stars in their own rights, and the money they earned was no less than what a real film star got. അല്ലെ, ഈ ട്രെയിനഡ് ഡോഗ്സിന് എന്തായിരുന്നു their own rights എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് അവകാശങ്ങളും അവരുടേതായിട്ടുള്ള ഒരുപാട് ബഹുമാനങ്ങളും എല്ലാം തന്നെ എന്ത് ലഭിച്ചിരുന്നു, ആ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ലഭിച്ചിരുന്നു. അത് മാത്രമല്ല ഫിലിം ആക്ടേഴ്സ് ഹീറോസിന് ലഭിക്കുന്ന ഒട്ടും കുറവല്ലായിരുന്നു അവർക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, their owners could easily make as much as 100,000 rupees from just a one film. അല്ലെ, ഒരു ഫിലിമിൽ നിന്ന് തന്നെ 100,000 rupeesന്റെ അടുത്ത് അവരുടെ ഓണേഴ്സ് ഉണ്ടാക്കാറുണ്ടായിരുന്നു ഈ ഒരു അനിമൽസിനെ വെച്ചിട്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ വളരെ റെസ്പെക്റ്റീവായിട്ടാണ്, വളരെ ബഹുമാനത്തോടെ വളരെ റെസ്പെക്റ്റീവായിട്ട് അവർക്കുള്ള എല്ലാ പരിഗണനയും മൃഗങ്ങൾക്ക് അവരുടെ ആ ഫിലിമിൽ അഭിനയിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട്. പുറമെ ഹീറോയിസിന്റെ ആയിട്ടുള്ള ഒട്ടും കുറവില്ലാത്ത രീതിക്ക് ഒരു വലിയ എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ഉടമസ്ഥർക്കും കിട്ടുന്നുണ്ട്. I realized how reverently these animal actors were treated when I happened to see the shooting of a film 20 years ago in Disney studio in Hollywood. എന്താണ് പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കണം, അദ്ദേഹം തിരിച്ചറിയാണ് how reverently means ബഹുമാനപൂർവ്വമാണ് these animal actors were treated when I happened to see the shooting of the film 20 years ago Disney studio in Hollywood. അല്ലെ, ഹോളിവുഡിലുള്ള ഡിസ്നി സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഒരു 20 വർഷം മുമ്പ് അദ്ദേഹം ഒരു ഷൂട്ടിംഗ് കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഈ അനിമൽ ആക്ടേഴ്സിന് എത്രത്തോളം ബഹുമാനമാണ് അല്ലെ, എത്രത്തോളം ബഹുമാനപൂർവ്വമാണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയത്. ഓക്കെ, ദി മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദിസ് ഫിലിം വാസ് എ ലാർജ് ഡോഗ്. അല്ലെ, അദ്ദേഹം അവിടെ 20 വർഷം മുമ്പ് കാണാൻ പോയ ഫിലിമിലെ മെയിൻ ക്യാരക്ടർ ആരായിരുന്നു, ഒരു ലാർജ് ആയിട്ടുള്ള ഒരു ഡോഗ് ആയിരുന്നു. I reached the studio to find that the shooting had not yet started. അല്ലെ, അദ്ദേഹം ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തിയിരുന്നു, കാരണം എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കാനായിരിക്കാം. ഓക്കെ, ദ ക്യാമറാമാൻ വാസ് ഗെറ്റിംഗ് ദ ലൈറ്റ് റെഡി. ക്യാമറമാൻ എന്ത് ചെയ്യാണ്, ലൈറ്റ് ഒക്കെ സെറ്റ് ആക്കി വെക്കാണ്, ക്യാമറ ഇവിടെ വെക്കണം, ലൈറ്റും കാര്യങ്ങളൊക്കെ ക്യാമറയൊക്കെ എന്ത് ചെയ്യാണ്, എല്ലാം സെറ്റ് ചെയ്യാണ് കേട്ടോ. It is customary for actors to be present when the lights are arranged. അല്ലെ, അത് അവിടുത്തെ ഒരു പതിവായിരുന്നു. കസ്റ്റമറി മീൻസ് എന്തായിരുന്നു, ഒരു പതിവായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്ത്, ലൈറ്റ് സെറ്റ് ചെയ്യുന്ന അറേഞ്ച്മെന്റ്സ് ചെയ്യുന്ന സമയത്ത് ആക്ടേഴ്സ് അവിടെ വരണം. കാരണം for they have to show the cameraman how they will walk, where they will stand in a particular shot. അല്ലെ, ഓരോ ഷോട്ട് എടുക്കുമ്പോഴും അവരെവിടെ നിൽക്കണം, എവിടെ നടക്കും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്യാമറാമാൻ അറിയണം. അതുകൊണ്ടാണ് ആ ക്യാമറ ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്ന സമയത്ത് അവരവിടെ ഉണ്ടാവണം എന്നുള്ളത് ആ ഒരു പതിവായിട്ടുള്ള കാര്യമായത്. In the case of very famous stars, അല്ലെ, ഫേമസ് സ്റ്റാർസ് ഉണ്ടല്ലോ, വമ്പൻ താരങ്ങൾ അല്ലെ, ദിസ് ജോബ് ഈസ് ഡൺ ബൈ ദർ സ്റ്റാൻസിൻ. അല്ലെ, അവരുടെ ഡ്യൂപ്പാണ് അത് ചെയ്യാറുള്ളത് കേട്ടോ. സ്റ്റാൻസിൻ മീൻസ് ഡ്യൂപ്പ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, എ സ്റ്റാൻസിൻ യൂഷ്വലി എ പേഴ്സൺ ഹു ഇസ് ഫിസിക്കലി സിമിലർ ടു ദ റിയൽ സ്റ്റാർ. അല്ലെ, റിയൽ സ്റ്റാറുമായിട്ട് ഫിസിക്കലി ഒക്കെ ഏകദേശം അവരുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഏകദേശം അതേപോലെയുള്ള ആളുകളായിരിക്കും ഈ പകരക്കാരായിട്ട് വരിക. The stars themselves arrive only when the lights are ready. അല്ലെ, ഇനി സ്റ്റാർസ് എന്നിട്ട് എന്ത് ചെയ്യും, ലൈറ്റ് ഒക്കെ സെറ്റ് ആയിട്ട് എല്ലാം റെഡി ആയിട്ട് മാത്രമേ ഉള്ളൂ അവര് വരാറ്. And it's time to take a shot. അല്ലെ, അവരുടെ ഷൂട്ട് എടുക്കാനുള്ള ടൈം ആകുമ്പോൾ മാത്രമേ അവരെത്താറുള്ളൂ. അല്ലെ, ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നു. അല്ലെ, പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് നിങ്ങൾ കാണുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിലോട്ട് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. അന്നിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഇതിപ്പോ ഷൂട്ട് ചെയ്ത് അപ്പൊ തന്നെ കണ്ട് അപ്പൊ തന്നെ എഡിറ്റിംഗും നടക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. പക്ഷെ അന്ന് അങ്ങനെയൊന്നല്ല, ഒരു ഷൂട്ട് ചെയ്ത് പിന്നെ അവർ വേറെ സ്റ്റുഡിയോയിൽ പോയിട്ടൊക്കെ വേണം അതിൽ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കി, അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. പിന്നെ ഡൂപ്പ് വെച്ച് ചെയ്യലും അനിമേഷൻ കൊണ്ടുള്ള കളികളും ആ കാലഘട്ടമല്ല, വളരെ റിസ്ക് എടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടി വളരെ നാച്ചുറൽ ആയിട്ടുള്ള സീനുകളൊക്കെ എടുക്കുന്ന ആ ഒരു കാലഘട്ടത്തെ കാര്യമായിട്ട് ഈ പറയുന്നത്. ഇപ്പൊ ഇത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലെ. ഇപ്പൊ ഒരു 10,000 ടൈഗറൊക്കെ വരുന്ന ഫിലിംസ് വരെ നമ്മൾ കാണും അല്ലെ. അപ്പൊ ഇത് അന്നത്തെ ഒരു ഇതാണ് കേട്ടോ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻസും ആ ഒരു രീതികളും ആ ക്യാമറമാൻ്റെ ഇതൊക്കെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇപ്പൊ ഒരു 10,000 ക്യാമറ 4 ഭാഗത്തൊന്നും പറന്നു വരും, ആ ഒരു ഇതിലോട്ട് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ.
Here in Disney studio, I noticed that a few actors were moving about in the set. അല്ലെ, ഇനി ആ ഡിസ്നി സ്റ്റുഡിയോയിൽ അദ്ദേഹം നോക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ നേരത്തെ എത്തിയല്ലോ. അപ്പൊ അദ്ദേഹം നോക്കിയപ്പോ കുറച്ച് സ്റ്റാർസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. About in the set and on one side standing quietly was the protagonist, the same large dog. അല്ലെ, അപ്പൊ അദ്ദേഹം ഇങ്ങനെ നോക്കിയപ്പോ കുറച്ച് സ്റ്റാർസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പക്ഷെ സൈഡിൽ വളരെ ക്വയറ്റ് ആയിട്ട് ഇങ്ങനെ ഒരാൾ നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ മെയിൻ ക്യാരക്ടർ അല്ലെ, പ്രൊട്ടഗണിസ്റ്റ് ആരാണ്, മെയിൻ ക്യാരക്ടർ നായകൻ ആരായിരുന്നു, ദ സെയിം ലാർജ് ഡോഗ് അല്ലെ. വലിയ കൂസലൊന്നുമില്ല, ബാക്കിയുള്ളവരൊക്കെ ലൈറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുന്നുണ്ട്. ആള് വളരെ കൂളായിട്ട് ഇങ്ങനെ സ്റ്റാൻഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. The cameraman shouted to everyone to take their position. അല്ലെ, ക്യാമറമാൻ ഷൗട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരോടും അവരുടെ പൊസിഷനിൽ വന്ന് നിൽക്കാൻ. But the dog remained where it was. അല്ലെ, പക്ഷെ ഡോഗിന് അനക്കൊന്നുമില്ല, അതെവിടെയാണ് നിൽക്കുന്നത് അതേപോലെ അവിടെ തന്നെ നിൽക്കുന്നു. This puzzled me. അതെന്നെ എന്ത് ചെയ്തു, എനിക്കത് ഭയങ്കര കൺഫ്യൂഷൻ ആയി അല്ലെ, അതെനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. എന്താ ഈ ഡോഗ് മാത്രം ഇങ്ങനൊന്നും ചെയ്യാത്തത്? Could it be that was not recorded in the next shoot? ഇനിയിപ്പോ അടുത്ത ഷൂട്ടിൽ ഡോഗിന്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണോ അത് വരാത്തതും നിൽക്കൊന്നും ചെയ്യാത്തത്? ഇങ്ങനെ ചിന്തിക്കുക, കൺഫ്യൂഷൻ വരികയാണ് കേട്ടോ. എല്ലാവരും എല്ലാ ഭാഗത്തും നിൽക്കുന്നുണ്ട്, സ്റ്റാൻസ് നിൽക്കുന്നുണ്ട്, ക്യാമറ ഷൗട്ട് ചെയ്യുന്നുണ്ട്, അവിടെ നിൽക്ക് ഇവിടെ നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഡോഗ് ഇല്ല, മെയിൻ ഹീറോ ഡോഗ് മാത്രം ഇങ്ങനെ സ്റ്റാൻഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ആകെ കൺഫ്യൂഷൻ. അപ്പൊ ഞാൻ ചിന്തിക്കാണ്, ഇനി എങ്ങാനും അടുത്ത സീനിൽ ഈ ഡോഗ് ഇല്ലാത്തോണ്ടാണോ ഇതിങ്ങനെ മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നത് എന്ന് ചിന്തിക്കുകയാണ്. Before I could ask someone, a strange thing happened. അല്ലെ, അദ്ദേഹം അത് വേറെ ആളോട് ചോദിക്കുന്നതിന് മുമ്പായിട്ട് ഒരു സ്ട്രേഞ്ച് ആയിട്ട് അല്ലെ, ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു അല്ലെ. അദ്ദേഹത്തിന് വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയ ഒരു കാര്യം സംഭവിച്ചു. From nowhere appeared a little dog followed by another man carrying a hairy dog skin. അല്ലെ, nowhere അവിടെ ആ ഭാഗത്തു നിന്നായിട്ട് എവിടെ നിന്നിട്ടോ എന്ത് ചെയ്തു, ഒരു ലിറ്റിൽ ഡോഗ്, ഒരു കുള്ളനായിട്ടുള്ള ഒരാളെ എന്ത് ചെയ്തു വന്നു. അദ്ദേഹത്തെ ഫോളോ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ തന്നെ ആര് വന്നു, ഒരു വേറൊരു മനുഷ്യൻ വന്നു. അയാളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു, ഹെയറി ഡോഗ് സ്കിൻ ഉണ്ടായിരുന്നു അല്ലെ. ഈ പട്ടികളുടെ ഒക്കെ ഇങ്ങനെ തൊപ്പ പൊന്തിയിട്ടുണ്ടാവുന്ന ഒരു സ്കിന്നില്ലേ, നോർമൽ പട്ടിയല്ല, നമ്മൾ ഉദ്ദേശിച്ച ഇങ്ങനെ തൊപ്പിയൊക്കെ ഇങ്ങനെ പൊന്തിയിട്ടുണ്ടാവുന്ന ആ ഒരു ടൈപ്പില്ലേ. അപ്പൊ അവരുടെ ഒരു സ്കിന്നി വരുന്ന ഒരു സംഭവം, അതിന്റെ ഒരു തൊലിയുടെ ഒരു ഇതും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. ആ രൂപത്തിലുള്ള ഒരു ഡ്രസ്സും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. Then to my perfect amusement, ഇനിയാണ് എന്റെ ശരിക്കുള്ള ഒരു അമ്യൂസ്മെന്റ് നടന്നത്. The dog went down on all the fours on the chalk mark on the floor just like a animal. അല്ലെ, ചോക്ക് മാർക്ക് ചെയ്തിട്ട് ഒരു ഏരിയയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു താഴെ ഭാഗത്ത്. അവിടെ പോയിട്ട് ഈ ഡോഫ് എന്ത് ചെയ്തു, ഇങ്ങനെ കിടന്നു, ഒരു അനിമൽ, ഒരു മൃഗം കിടക്കുന്നത് പോലെ ഇങ്ങനെ കിടന്നു. Then he crawled from one mark to another. എന്നിട്ട് ഇവിടുന്ന് ഈ ഡോഗുകളൊക്കെ എഞ്ഞി പോകുമല്ലോ, എണീറ്റ് പോകുമല്ലോ, എഞ്ഞിക്കാണ്ട് ഇങ്ങനെ പോലും. ഇപ്പൊ ഇവിടുന്ന് മറ്റൊരു മാർക്ക് വരച്ചിട്ടുണ്ട്, അദ്ദേഹം കിടക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു ആ മാർക്ക് അവിടേക്ക് ഇങ്ങനെ എഞ്ഞ് മൃഗങ്ങൾ പോകുന്ന പോലെ പോയി. ഓക്കെ, The cameraman got busy with the lights. ക്യാമറമാൻ എന്ത് ചെയ്തു, ബിസി ആയില്ലേ, അതിങ്ങനെ എടുക്കുന്ന ലൈറ്റ്സ് ഒക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന രീതി ബിസി ആയി. It finally dawned upon me that this dog was paid to the dog stands. അല്ലേ, പിന്നീടാണ് എനിക്ക് എന്നിലൊരു ഉണർച്ച, ഡോഗ് ഉണർന്നു എന്നൊക്കെ അർത്ഥത്തിലാണ് കേട്ടോ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എന്ത്, ആ ഡോഫ് എന്ന് പറയുന്നത് ആരായിരുന്നു, ആ ഒരു ചെറിയ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ആ വ്യക്തി ആരായിരുന്നു, നമ്മുടെ ഡോഗിന്റെ ആരായിരുന്നു, പകരക്കാരനായിരുന്നു അല്ലെ. നമ്മുടെ മെയിൻ ഹീറോ ആയിട്ടുള്ള ഡോഗിന് വരെ പകരക്കാരനുണ്ട് എന്ന ഉദ്ദേശം. വലിയ വലിയ സ്റ്റാർസിനാണ് പകരക്കാരുണ്ടാവുക. പക്ഷെ അന്നാ അദ്ദേഹത്തിന് മനസ്സിലായത് ഹോളിവുഡില് ഡോഗിന് വരെ പകരക്കാരനുണ്ടാവും എന്നുള്ളത്. ഓക്കെ, ഇതാ നമുക്ക് ശരിക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലെ. ഇത് ശരിക്കുള്ള ഡോഗ് ഇങ്ങനെ നിൽക്കുകയാണ്, ഇത് ഹൈറ്റ് കുറഞ്ഞ പകരക്കാരനായിട്ടുള്ള ഒരാള് അദ്ദേഹം ഇങ്ങനെ വന്ന് കിടക്കുന്നു, ഇവരിവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു. ക്ലിയർ? Then every animal in a Hollywood film is well trained. അല്ലെ, ഫിലിമിലെ എല്ലാ അനിമൽസും നല്ല അടിപൊളിയായിട്ട് വെൽ ട്രെയിനിങ് കിട്ടിയവരായിരിക്കും, നല്ല മികച്ച ട്രെയിനിങ് കിട്ടിയവരായിരിക്കും. എല്ലാവരും നല്ല മികച്ച ട്രെയിനിങ് കിട്ടിയ അടിപൊളി ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ളവരായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ ഡോഗ്. അല്ലെ, ഒരു ഹോഴ്സിനെയോ ഡോഗിനെയോ ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അല്ലെ. കുതിരയും ഡോഗിനെയൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്? അല്ലെ, നിങ്ങൾ റവൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? റവൻസ് എന്ന് പറഞ്ഞാൽ
കടൽ കാക്കലല്ലോ കേട്ടോ. റാവൻസ് എന്ന് പറഞ്ഞ കാക്ക അല്ലെ, നമ്മളെ കാക്കകളില്ലേ, നമ്മളിങ്ങനെ പാറി നടക്കുന്ന കാക്കകൾ, ആ കാക്കകൾക്കാണ് കേട്ടോ പറയുന്നത്. അപ്പോ നിങ്ങള് ട്രെയിനഡ് ആയിട്ടുള്ള കാക്കകൾ കൂട്ടി നിങ്ങൾ എവിടെയെങ്കിലും കാക്കകൾക്ക് ട്രെയിനിങ് കൊടുത്ത് വളർത്തുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവരെ കൊണ്ട് ട്രെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. അല്ല, നമുക്ക് തത്തനെയൊക്കെ കഴിയും, തത്ത പ്രാവിനെയൊക്കെ ട്രെയിൻ ചെയ്തിട്ടുള്ള പല ഫിലിംസും ഒക്കെ കാണാറുണ്ട്. പക്ഷെ കാക്കകളെ ട്രെയിൻ ചെയ്തിട്ടുള്ള കാക്കകളുടേത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Not just one or two, ഒന്നോ രണ്ടോ അല്ല, but nearly 100 of them. Even this was made possible in Hollywood when the creator of some of the best suspense films in the history of the cinema, Alfred Hitchcock, decided to make a film called Birds. ഒന്നോ രണ്ടോ റാവൻസിനെ അല്ല, hundreds of ravens. Even this made was possible in Hollywood. അതുവരെ എന്താണ് ഹോളിവുഡിൽ സാധിച്ചിട്ടുണ്ട്. വെൻ ദ ക്രിയേറ്റർ ഓഫ് ദ സം ഓഫ് ദ ബെസ്റ്റ് സസ്പെൻസ് ഫിലിം, നമ്മുടെ സസ്പെൻസ് ഹൊറർ അല്ലെ ത്രില്ലർ ഫിലിംസ് ഒക്കെ എടുക്കുന്ന മെയിൻ ഡയറക്ടർ ആയിട്ടുള്ള അല്ലെ ഒരു വ്യക്തിയായിരുന്നു ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ഫിലിം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു, ബേർഡ്സ് എന്ന് പറയുന്ന ഫിലിംസ്. ഓക്കെ, ഇൻ ദ സ്റ്റോറി, ആ ഒരു കഥയില് ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ട് അറ്റാക്കിംഗ് ഹ്യൂമൻസ്. അല്ലെ, മനുഷ്യർ നാനാഭാഗത്തും, ലോകത്തുള്ള നാനാഭാഗത്തുള്ള പക്ഷികൾ വന്നിട്ട് മനുഷ്യരെ ആക്രമിക്കുന്ന ഒരു കഥയായിരുന്നു അത്. Hitchcock needed a variety of birds, but what was required in the largest number of ravens. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബേർഡ്സിന് ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ആവശ്യം വന്നത് എന്തായിരുന്നു? ലാർജസ്റ്റ് നമ്പർ ഓഫ് റവൻസിന് ആവശ്യം ഉണ്ടായിരുന്നു. ഒരുപാട് എണ്ണം കാക്കകളെ ആവശ്യം ഉണ്ടായിരുന്നു. നോട്ടീസസ് were placed in the press all over the United States asking people to contact the filmmakers if they know how to get ഹോൾഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്. അല്ലെ, അത് എന്ത് ചെയ്തു, യുണൈറ്റഡ് സ്റ്റേറ്റിൽ അമേരിക്കയിൽ ഫുള്ള് അത് പരസ്യം കൊടുത്തു. എന്ത് കൊടുത്തു? കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട്, ഫിലിം മേക്കറിനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പരസ്യം കൊടുത്തു. എന്തിനെ കോണ്ടാക്ട് ചെയ്യാൻ പരസ്യം കൊടുത്തത്? ആരെങ്കിലും ട്രെയിൻ കാക്കകളെ കുറിച്ച്, ട്രെയിൻ ചെയ്തിട്ടുള്ള കാക്കകളെ കുറിച്ചോ, അല്ലെങ്കിൽ കാക്കകൾക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതിനെ കുറിച്ചോ, അല്ലെങ്കിൽ ആരുടെ അടുത്തും ട്രെയിനഡ് കാക്കകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്തു, അതിനെ കുറിച്ചുള്ള ഒരു പരസ്യം കൊടുത്തു. ഉണ്ടെങ്കിൽ ഫിലിം മേക്കറിനെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളൊരു ആഡാണ് അദ്ദേഹം കൊടുത്തത്. ഓക്കെ, someone replied within a few days. അല്ലെ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഒരാൾ എന്ത് ചെയ്തു, മറുപടി കൊടുത്തു. He was asked to bring his birds and he arrived with almost 100 trained ravens. അല്ലെ, അദ്ദേഹം സ്വാഭാവികമായിട്ടും വിളിച്ചപ്പോ എന്ത് ചെയ്തു, അദ്ദേഹം ഓർഡർ കൊടുത്തു, എല്ലാ കാക്കകളെയും കൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ഏകദേശം വന്ന ആൾ ഏകദേശം 100 ട്രെയിനഡ് റാവൻസുമായിട്ടാണ് അദ്ദേഹം വന്നത്. ഓക്കെ, admittedly their training had not gone very bad. അല്ലെ, അത്രമാത്രം മോശമായിട്ടുള്ള ട്രെയിനിങ് ഒന്നല്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഓക്കെ, that is to say they could not do anything that might be seen as extraordinary. അല്ലെ, നമുക്ക് എക്സ്ട്രാordinary ആയിട്ട് ഒന്നും കാണാൻ കഴിയില്ല. അല്ലെ, സ്വാഭാവികമാണ്, കാക്കകളല്ലേ. ഓക്കെ, അപ്പൊ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നത് നമുക്ക് ചിലപ്പം കാണാൻ സാധിക്കണം എന്നില്ല. ഓക്കെ, അവർക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല. ബട്ട് ഇഫ് ആസ് മെനി ആസ് 50 ravens are told to perch quietly in a row on a specified spot and if they obey this command instantly, is that a pretty impressive? എന്നിരുന്നാൽ പോലും അതിലൊരു 50 കാക്കകളൊക്കെ ഒരേ ലൈനിൽ ഒരു പ്രത്യേക സ്പോട്ടിൽ പോയിട്ട് ഒരേ ലൈനിൽ നിൽക്കാൻ പറഞ്ഞാലൊക്കെ നിൽക്കും. അല്ലെ, അതെന്താണ്? ഇഫ് ദേ ഒബേ ദിസ് കമാൻഡ് ഇൻസ്റ്റന്റ്, പെട്ടെന്ന് ഒരു 50 കാക്കകളൊക്കെ പെട്ടെന്ന് അവർ പറയുന്ന സ്പെസിഫൈഡ് സ്പോട്ടിലോട്ട് പോയിട്ട് ഇങ്ങനെ പാറിപ്പോയിട്ട് വരിക്ക് നിൽക്കാൻ പറഞ്ഞാലൊക്കെ നിൽക്കും. അല്ലെ, isn't that pretty impressive? അതും തന്നെയാണ് വളരെ പ്രിറ്റി ഇംപ്രസീവ് തന്നെയല്ലേ. കാക്കകൾ 50 കാക്കകളൊക്കെ പറയുമ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് പോയി പാറി ഒരു പ്രത്യേക സ്പോട്ടിൽ ലൈറ്റ് നിൽക്കുന്ന ആ സ്പോട്ടിൽ നിൽക്കാനൊക്കെ പറഞ്ഞ അതെന്താണ്, വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അല്ലെ, നീഡ്ലെസ് ടു സേ, അല്ലെ, ഇറ്റ്സ് ഇൻ അവർ ഓൺ കൺട്രി. അല്ലെ, ഇനി നമ്മുടെ ഒരു കാര്യത്തിലോട്ട് കിടക്കാണ്. അല്ലെ, അത് മടിയില്ലാതെ പറയുകയാണ്, ഇൻ അവർ ഓൺ കൺട്രി, ഇനി നമ്മുടെ രാജ്യത്ത്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഓൾ അറ്റ് ഈസി ടു ഫൈൻഡ് ട്രെയിനഡ് ആനിമൽസ്. അല്ലെ, ട്രെയിനഡ് ആയിട്ടുള്ള ആനിമൽസിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അല്ലെ, ആ സമയത്തൊന്നും നമുക്ക് ഒട്ടുമില്ല, നമ്മൾ ഇന്ത്യയിലൊന്നും ഒട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എവിടെയെങ്കിലൊക്കെ വല്ല ഡോഗോ ഈ പറഞ്ഞ മാതിരി ഹോർസിനെയൊക്കെ കുതിരപ്പുറത്തൊക്കെ കയറി അങ്ങോട്ട് പോവാ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ എടുത്തുകൊണ്ടുവരാ ഡോഗ്, ഇങ്ങനെയുള്ള ഒരു തരത്തിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ,
Although, എന്നിരുന്നാലും some films have been made in Bombay and Madras that involved working with the elephant, horse and tiger. അല്ലെ, എന്നിരുന്നാലും ചില ബോംബെയിലും മദ്രാസിലും ഒക്കെ ചില ആളുകളൊക്കെ എങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്, എലിഫന്റിനെയും ഹോഴ്സിനെയും ടൈഗേഴ്സിനെയും ഒക്കെ വെച്ചിട്ട് ചില വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബുദ്ധിമുട്ടാണ് നമ്മുടെ അവിടുത്തെ ട്രെയിനഡ് അനിമൽസിനെ കിട്ടുക എന്ന് പറഞ്ഞാല്. എന്നിരുന്നാലും ബോംബെയിലും മദ്രാസിലൊക്കെ ചില ഫിലിംസുകളൊക്കെ ചില വർക്കുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹോഴ്സിനെയും ടൈഗറിനെയും എലിഫന്റിനെയൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, their performance did suggest that they were used to obeying commands. അല്ലെ, അവരൊക്കെ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു കമന്റ്സ് പറഞ്ഞാൽ അത് അനുസരിക്കുക എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് അവർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ ഒരു പെർഫോമൻസേ ഉള്ളൂ അവരുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, in Bengal it is sometimes possible to find a clever dogs, particularly police dog. in Bengal എന്താണ് ക്ലവർ ആയിട്ടുള്ള ഡോഗ്സുകളെ നമുക്ക് കാണാൻ കഴിയും. particularly police dogs which are quite intelligent. പ്രത്യേകിച്ച് നമ്മളെ പോലീസുകാർ വളർത്തുന്ന ഡോഗ്സിന് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് ബുദ്ധിയുള്ള ഡോഗ്സുകളെ കാണും. If one is prepared to patient, it is not altogether possible to get a good performance out of them, as we managed to do with Bolo in Padar Panchali. If one is prepared to be patient, ഒരാൾക്ക് അങ്ങേയറ്റം ക്ഷമയോട് കൂടിയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾ ടുഗദർ ഇമ്പോസിബിൾ ടു ഗെറ്റ് ഗുഡ് പെർഫോമൻസ് ഔട്ട് ഓഫ്. അവരിൽ നിന്നും എന്ത് ചെയ്യാൻ കഴിയും, നല്ല പെർഫോമൻസ് എടുക്കാൻ കഴിയും. അല്ലെ, അതെന്താണ് ഉദ്ദേശിച്ചത്, വളരെ ക്ഷമയോട് കൂടിയിട്ട് വേണം ഈ ആനിമൽസ് ആയിട്ടുള്ള ഷൂട്ടിങ്സ് ചെയ്യാൻ. അങ്ങനെ ഒരാൾ റെഡി ആവുകയാണെങ്കിൽ അവരിൽ നിന്നൊരു നല്ല പെർഫോമൻസ് തിരിച്ചു കിട്ടും എന്നാണ് പറയുന്നത്. എങ്ങനെ ഇവര് ആസ് വി മാനേജ് ടു, അവര് ബോളോ ഇൻ പതേർ പഞ്ചാലി നമ്മുടെ സത്യജിത് റായുടെ ഒരു ഫേമസ് വർക്കാണ് കേട്ടോ. അതിൽ ബോലോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ വെച്ച് ഒരു അനിമലിനെ വെച്ച് ചെയ്യിച്ചപ്പോ അവർ ഈ ഒരു പേഷ്യന്റ് ആയിട്ട് പെർഫോമൻസ് അവർക്ക് കിട്ടി, വളരെ ക്ഷമയോട് കൂടി വർക്ക് ചെയ്തപ്പോ എന്നാണ് പറയുന്നത്. Yet a dog might be difficult, a dog not impossible to handle. What was supposed to if there was needed for a tiger in a film? എന്നിരുന്നാലും ഒരു ഡോഗ് മൈറ്റ് ബി ഡിഫിക്കൽട്ട്, ഡോഗിന് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അല്ലെ, നോട്ട് പോസിബിൾ ടു ഹാൻഡിൽ. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, ഐറ്റങ്ങളെ നമുക്ക് മെരുക്കിയെടുത്ത് അവരെ കൊണ്ട് നമുക്ക് സാധിക്കും, വലിയൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. What was one supposed to if there was needed for a tiger in a film? പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ കരുതുന്നുണ്ടോ ആ സ്ഥാനത്ത് ഒരു ടൈഗറിന് ഒരു ഫിലിമിൽ അഭിനയിക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. We had to deal with this problem. ഞങ്ങൾ ആ പ്രോബ്ലം ഡീൽ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. To when we were shooting Goobi Gaini Bagha Baini. അല്ലെ, ഇത് ഇങ്ങനെയും വായിക്കാം അല്ലെ, നിങ്ങൾ ഒരു ഗോബി ഗൈനി ഭാഗ ബൈനി എന്നാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. ഇൻ ദ ഫിലിം ഗൂബി ഹു ഈസ് ബാനിഷ്ഡ് ബൈ ദ കിങ് വാൻഡേഴ്സ്. അല്ലെ, ആ ഒരു ഫിലിമിൽ അല്ലെ ഗോബി ഗൈനി ഭാഗ ബൈനി എന്ന് പറയുന്ന ഒരു ഫിലിമിലാണ് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് അവര് എന്ത് ചെയ്തത്, ടൈഗറിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം വന്നത്. നോക്കാം. In the film, Goobi, who is banished by the king, wanders in the forest. ഗോബി പറയുന്ന ക്യാരക്ടറിനെ നമ്മളെ ഒഴിവാക്കുക അല്ലെ, നമ്മൾ ബാനിഷ് ചെയ്ത് പുറത്താക്കപ്പെടുമല്ലോ അല്ലെ. അന്നത്തെ കാലത്ത് രാജാവ് പുറത്താക്കാണ്, രാജ്യത്തിൽ നിന്ന് പുറത്താക്കുമ്പോ കാട്ടിലോട്ട് അയക്കാണ്. മീൻസ് ബാഗ, അവിടെ നിന്ന് വെച്ചിട്ട് ബാഗനെ കാണുകയാണ്, ഹു ഓൾസോ ബാനിഷ്ഡ് അല്ലെ. ഭാഗ്യവും ഓൾറെഡി ബാനിഷ് ആയിട്ടുള്ള ആളായിരുന്നു, അവരും എന്തുണ്ടായിരുന്നു, കാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കാട്ടിൽ വെച്ചിട്ട് ഹോബിയും ഭാഗ്യം തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. ദേ സീ എ ടൈഗർ ആൻഡ് ഫ്രീസ്. അവരവിടെ വെച്ച് കണ്ടുമുട്ടുന്നതിനെ കൂടെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരവിടുന്ന് ഒരു ടൈഗറിനെ കണ്ടുമുട്ടുന്നത്. അവരിങ്ങനെ പേടിച്ച് ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, but the tiger simply walks about in the forest without paying them the slightest ഒരു ചെറിയ സ്ലൈറ്റസ്റ്റ് ആയിട്ടുള്ള അറ്റൻഷൻ, ഒരു നേരിയ അറ്റൻഷൻ പോലും അവർക്ക് കൊടുക്കാതെ വളരെ കൂളായിട്ട് ടൈഗർ വന്നിട്ട് വളരെ കൂളായിട്ട് അങ്ങ് കയറിപ്പോവും. ഇതാണ് അവർക്ക് ചിത്രീകരിക്കേണ്ട സീൻ അല്ലെ. അപ്പോ ഭാഗയും അതേപോലെ തന്നെ ഹുബിയും തമ്മിൽ കണ്ടുമുട്ടുന്ന സീൻ. അപ്പൊ അവരവിടുന്ന് ഒരു ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു കടുവ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പൊ അവര് വിറച്ച് പേടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ കടുവ അവരൊട്ടും മൈൻഡ് ഒന്നും ചെയ്യാതെ വളരെ ഈസി ആയിട്ട് അങ്ങ് കേറിപ്പോവും. ഇതായിരുന്നു സീൻ. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഒരു വലിയ സ്റ്റോറിയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു ചെറിയ സെക്കൻഡ് പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.